ഓം ശ്രീ വിഷ്ണുമായ നമഃ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളൊരു ജോലി മാത്രമേ നമുക്കുള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിൽ തെറ്റോ ശരിയുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഞാൻ ഒരിക്കലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. സ്വാമിനെ കൊണ്ടടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതേമാതിരിയുള്ള കാര്യങ്ങൾ അങ്ങനെ കൊണ്ടടക്കണം, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുകൂടാതെ നമ്മൾ ഉപാസന തുടങ്ങുമ്പോൾ ജപത്തിൻ്റെ കാര്യങ്ങളിലും നമ്മളിപ്പോൾ ഒരു നൊയമ്പ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെ വരും, അതിനെപ്പറ്റി കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. അല്ലാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിനെ പറ്റി പരിപൂർണമായിട്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ. സത്യം പറയേണ്ടത് എനിക്ക് സ്വാമി എന്ന് പറയുന്നത് മഹാശക്തിയാണ്. ആ ശക്തിനെ പറ്റി പരിപൂർണമായിട്ട് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പോലും ഇല്ല സത്യം പറയേണ്ടി. സ്വാമി എന്ന് വെച്ചാൽ അത്രയും വലിയ ശക്തിയാണത്. അതിൻ്റെ ഒരു അംശം മാത്രം അറിയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതേ കൂടുതൽ വലുതായിട്ട് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇത് ഞാൻ ആദ്യം അപേക്ഷിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്, സ്വാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ. സ്വാമിയുടെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജപിക്കുമ്പോഴും അതേമാതിരി നീതിയാദി കാര്യങ്ങളും ചെയ്യുമ്പോഴും അതുകൂടാതെ നമ്മൾ എന്താ പറയുക അമാവാസി ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അമാവാസി ദിവസങ്ങളിൽ അമാവാസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹണം നമ്മൾ അമാവാസി ദിവസങ്ങളിൽ നമുക്ക് സ്വാമിക്ക് ഏറ്റവും കൂടുതൽ കർമ്മവും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ശക്തിയാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമാവാസി ദിവസമാണ് ഏറ്റവും കൂടുതൽ ശക്തിയും കാര്യങ്ങളും വരുന്നത്. എന്താണ് നിങ്ങളപ്പോൾ ചോദിക്കാം, മറ്റു ദിവസങ്ങളിൽ ശക്തിയും കാര്യങ്ങളും ഇല്ലേ? ശക്തിയുണ്ട്, ശക്തി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമാവാസി ദിവസങ്ങളിൽ ആ സമയത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ശക്തി വേറെയാണ്. ആ ശക്തിക്ക് അനുസരിച്ച് നമ്മളുള്ള യഥാശക്തി പൂജാതി കർമ്മങ്ങളും നീതിയാദി കർമ്മങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് തമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ചവൾ നീതിയാദി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ജപാതി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ബലം വേറെയാണ്. അതുകൂടാതെ നമ്മുടെ ജപത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ട്. ആ ജപമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ അടുത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയണത്, നിങ്ങൾക്കൊരു ഉപാസനാ മന്ത്രം ഉണ്ടെങ്കിൽ, ധ്യാനമന്ത്രം അല്ല ഞാൻ പറയണത്, ജപമന്ത്രം ഉണ്ടെങ്കിൽ, ആ ജപമന്ത്രം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ജപമന്ത്രം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തെല്ലാം ആ ഗുരുനാഥൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഗുരുമന്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉപാസനാമൂർത്തിയുടെ മൂലമന്ത്രം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഗുരുനാഥൻ നിങ്ങളെ കൈവിടില്ല. ഒരു സത്യം, ഒരു ഗുരുനാഥൻ നിങ്ങൾക്കൊരു മൂലമന്ത്രം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ആവശ്യമുണ്ടെങ്കിൽ ആ ഗുരുനാഥൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാം, ഇന്നതാണ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു മന്ത്രം തുടങ്ങി അതിൻ്റെ നീതിയാദി കാര്യങ്ങൾ തുടങ്ങിയാലും നമുക്ക് അതിൽ കുറേ തടസ്സങ്ങളും കാര്യങ്ങളും വരും. അപ്പോഴും നമ്മൾ ആരെ വിളിക്കണേ? നമ്മുടെ ഗുരുനാഥനെ വിളിക്കും. ആ ഗുരുനാഥൻ നമുക്ക് വഴി കാണിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഒരു കുഴപ്പമില്ല. മന്ത്രങ്ങൾ ഒരിക്കലും ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓം ആയും ഹ്രീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങണമൊന്നും അല്ലട്ടത്. അതൊക്കെ വെറും പൊട്ടത്തെറ്റാണത്. ഒരു പൂർണ്ണതയില്ല. നമ്മൾ ഗുരുനാഥൻ്റെ മുഹാബിൽ നിന്ന് മേടിച്ച് നമ്മുടെ യഥാശക്തി വെച്ച് ചെയ്യുമ്പോൾ അത് മാത്രമേ നമുക്ക് ശക്തിയുള്ളൂ. നമ്മൾ മുഖത്തൊന്നും മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ കർമ്മവും കാര്യങ്ങളും ചെയ്യാണ്ടെങ്കിൽ അതിൻ്റെ മാറ്റവും കാര്യങ്ങളും ഉണ്ട്. പലരും പലതും പറയും, മന്ത്രത്തിന് ബലം ഉണ്ടാവില്ല. ഒരു പൂർണ്ണത ഇല്ലാത്ത മന്ത്രങ്ങൾ ജപിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? മണ്ടത്തരങ്ങൾ പലരും പറയും, ഒന്നും വലിയ കാര്യമില്ലാത്ത കേസാണ്. നമ്മൾ യഥാശക്തി നമ്മുടെ ഇതനുസരിച്ച് എവിടെ നമ്മുടെ ഗുരു പറയണത് ആ രീതിക്കുള്ള മന്ത്രം കാര്യങ്ങളും ചെയ്യുക. ഫേസ്ബുക്കിലോ വാട്സാപ്പിലും എന്തെങ്കിലും മണ്ടത്തരം കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേ വഴിക്കടെ തട്ടിക്കളയാം. ചെയ്ത് നോക്കാം. അത്രയും വിശ്വാസമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മന്ത്രവും കാര്യങ്ങളും നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. പക്ഷേ അതിൻ്റെ വിപരീത ഫലം നിങ്ങൾ അനുഭവിക്കണം. അപ്പം ഇത് കഴിഞ്ഞ് കുറേ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുള്ളി അവർ തന്നെ വിളിച്ചുകൊണ്ട് പറയും, ഇന്ന പൂജ ഇന്നത് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ നടക്കണ്ടേ? ഇതൊന്നും സ്വാമിക്ക് ബാധകമല്ല. ഇതൊന്നും സ്വാമിയുടെ പേരും പറഞ്ഞല്ലട്ടാ. അത് അവർക്ക് ജീവിക്കാനുള്ള ഓരോരോ പരിപാടിയാണ്. നമുക്ക് ഒന്നിനും ഒരു ബന്ധവുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിനെ വിശ്വസിക്കുന്നവർ സ്വാമിയുടെ യഥാശക്തി മന്ത്രങ്ങൾ ഉപയോഗിക്കുക. അത് ഗുരുമുഖത്ത് നിന്ന് മേടിച്ച് യഥാശക്തി വെച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ചോദിക്കുക. പിന്നെ ആ കാശ് ചോദിക്കില്ല അവർ. ഇപ്പം ഇവർ മന്ത്രം അയച്ചു തന്നിട്ട് നാളെ ഒരിക്കൽ ഇവർ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു പൂജയുടെ കേസും പറഞ്ഞുകൊണ്ട് 10 പൈസ ചോദിക്കില്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. നിങ്ങളുടെ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റി തരുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ മന്ത്രം ഉപയോഗിക്കുക. നമ്മളങ്ങനെ ഒരു മന്ത്രം ഫേസ്ബുക്കിൽ കാണുകയാണ്, വാട്സാപ്പിൽ കാണുകയാണ്, അവരെ ആദ്യം വിളിച്ചു വയ്ക്കുക, ചേട്ടാ ഞാൻ ഇങ്ങനെ മന്ത്രം ജപിക്കുകയാണ്, ഇനി 10 പൈസ എനിക്ക് ചിലവുണ്ടാവരുത്,
ഇതിൻ്റെ പേരും പറയുന്നത് ദോഷവും കാര്യങ്ങളും എൻ്റെ കുടുംബത്തിലോ എനിക്കോ വരരുത് എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ മനസ്സറിഞ്ഞ് പറയണത് ഏറ്റവും നല്ല കാര്യം അതാണ് വേണ്ടത്. അത് ഗുരുമുഖത്തു നിന്ന് അവർ നേരിട്ട് തരാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒരിക്കലും അവരെ കളിയാക്കി പറയണതല്ല, പക്ഷെ ശരിക്കും പറയണ്ടേ അവർ ഒരു ശിഷ്യനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുമുഖത്തു നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണത്. ചാത്തൻ്റെ പേരും പറഞ്ഞുള്ള കേസായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓം ശ്രീ വിഷ്ണുവായ നമ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണ്ടെങ്കിലും അതേമാതിരി കൃത്യമായിട്ട് കൊണ്ടു നടക്കുക. കാര്യങ്ങൾ പരിപൂർണ്ണ വിശ്വാസത്തോടെ വിഷ്ണുവായനെ പരിപൂർണ്ണമായിട്ട് വിശ്വസിച്ച് വിശ്വാസമുള്ളവർ സ്വാമിനെ വിശ്വസിച്ച് കൊണ്ടു നടക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും.